ഇൻഡിവിജ്വലിന് കരിയർ ഗ്രോത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? SM ടോക്സ് എന്ന് പറയുന്ന ചാനൽസ് കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും തന്നെ ജോബ് ഇൻഡസ്ട്രിയുമായിട്ട് കരിയറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ നോട്ട് ചെയ്യണമെന്ന് ഹംബ്ലി റിക്വസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. ഏകദേശം ഒരു വർഷത്തോളം കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഓൾ കേരളയിലുള്ള 500ഓളം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിന്റെ വേക്കൻസി അപ്ഡേറ്റ്സ് കാൻഡിഡേറ്റ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു രജിസ്ട്രേഷൻ എമൗണ്ടോടുകൂടി റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് സ്മാർട്ട് മൂവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, കരിയർ ഗ്രോത്ത് എന്ന ടോപ്പിക്കിൽ അതായത് മിക്കവാറും എംപ്ലോയീസ് ജോബ് ആൻഡ് കരിയർ ഇത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് ജോബ് എന്താണ്, കരിയർ എന്താണ്. ജോബ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ് ചെയ്യുന്നതിനോട് കൂടി തന്നെ ലഭിക്കുന്ന ഒരു സെക്ടറാണ്. അപ്പൊ അതിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഫ്രഷേഴ്സ് 2, 3, 4 കാര്യങ്ങളൊക്കെ ട്രയൽ ചെയ്യുന്നു, എന്നിട്ട് ഫൈനലി ദേ ആർ കമ്മിറ്റിംഗ് ദാറ്റ് ഇതാണ് എൻ്റെ പ്രൊഫൈൽ, അല്ലെങ്കിൽ ഞാൻ ഈ രീതിയിലാണ് എൻ്റെ എൻ്റയർ ലൈഫ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് കരിയർ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് കരിയർ ഡിസൈഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് അതിനെ എങ്ങനെ ഗ്രോ ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കരിയർ ഗ്രോത്ത് എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വലിന് ലഭിക്കുന്നത് എന്നതിന്റെ കുറച്ച് പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതിന് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജേർണി പാത്ത് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് ഈ ജേർണി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് കരിയറിനെ കുറിച്ചിട്ടുള്ള ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ ബ്ലൂ പ്രിന്റ് ഓഫ് ദ കരിയർ. അതായത് ഒരു കരിയർ ജേർണിയിൽ അല്ലെങ്കിൽ ഞാൻ ഈ ഇത്രയും ഇയേഴ്സ് കൊണ്ട് എത്തിപ്പെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിന് ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുകയും ആ വിഷൻ ബോർഡിൽ ആ ജേർണിയുടെ കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കരിയർ സെറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു ഇൻഡിവിജ്വലിനാണെങ്കിലും ഈ ഒരു മൈൽ സ്റ്റോൺ ഓഫ് ദെയർ കരിയർ ജേർണി അത് സെറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്. അല്ലാത്ത പക്ഷം എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോണോട്ടോണസ് ആയിട്ടുള്ള ഒരു ജോബ് പാറ്റേൺ ആയിരിക്കും. മോണോട്ടോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരേപോലെ വരുന്നു, അതിൽ നിന്ന് ഒരു നമ്മൾ പറയാറുണ്ട് ഒരു വിരസത തോന്നുന്നു, എല്ലാ ദിവസവും ഈ സെയിം കാര്യങ്ങൾ തന്നെ ഉണ്ടാവുന്നു. അപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്റ്റക്ക് ആവുന്നു, സ്റ്റാഗ്നന്റ് ആവുന്ന ഒരു അവസ്ഥയിലെത്തും. അപ്പൊ അതിനെ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ കരിയർ ജേർണിക്ക് കൃത്യമായ ഒരു ബ്ലൂ പ്രിന്റ് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതായത് നമ്മൾ പലത്തിനെ കുറിച്ചും ചിന്തിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ജോലിയെ കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ അച്ചീവ്മെന്റ്സിനെ കുറിച്ചും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ മീറ്റ് ചെയ്യുന്നതിലൂടെയും അവരുമായിട്ട് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും ഒക്കെ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ ഈ ബ്ലൂ പ്രിന്റിന് ഒരു ക്ലാരിറ്റി വരുന്നു. ഈ ക്ലാരിറ്റിയാണ് പിന്നീട് അതിനെ റിയാലിറ്റിയായി മാറുന്നതും ഈ റിയാലിറ്റിയാണ് പിന്നീട് പബ്ലിക്ലി അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ കമന്റ് സെക്ഷനിലൂടെ ലൈവ് ആക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. ഹാഫ് സാലറി പോലത്തെ ഒരു വലിയ ചാർജസ് ഒന്നുമില്ലാതെ ചെറിയൊരു രജിസ്ട്രേഷൻ എമൗണ്ടോടുകൂടി കേരളത്തിലുള്ള 14 ഡിസ്ട്രിക്റ്റുകളിലെ വേക്കൻസി അപ്ഡേറ്റ്സ് കാൻഡിഡേറ്റ്സ് റെഗുലർ ആയിട്ട് ഏകദേശം ഒരു വർഷത്തോളമാണ് ഈ ഒരു വേക്കൻസി അപ്ഡേറ്റ് അറിയാനായിട്ട് പോസിബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് താഴെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് പെട്ടെന്ന് നിങ്ങളുടെ CV അയക്കുക. And thank you so much for watching.